ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. രാവിലെ എണീറ്റപ്പോഴേ ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആഹാ, വെതർ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സണ്ണി വെതർ, സൺ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയ കാലാവസ്ഥ. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാം. നല്ല സണ്ണി വെതർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈറ്റമിൻ ഡി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്തങ്ങിട്ടു. എന്നിട്ട് ഈ താഴേക്കുള്ള പടവുകൾ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് ഇറങ്ങിയാലും വെള്ളം കയ്യിൽ കരുതുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെള്ളമെടുക്കാം. ഈ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ? അപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഇവിടെ വീടിൻ്റെ അകത്ത് നിന്നാലും വെളിയിൽ നിന്നാലും എല്ലാം ഈ വെള്ളം ഒഴുകുന്ന ആ ഒരു ശബ്ദമാണുള്ളത്. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം, നല്ലൊരു ലാൻഡ്സ്കേപ്പിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ ആ പൈൻ ട്രീസൊക്കെ നമുക്ക് കാണാം. അപ്പം വെതറൂടെ നല്ല സണ്ണി വെതർ ആയപ്പോഴത്തേനും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഒന്ന് ലേക്ക് സൈഡ് പോയി കണ്ടാലോ എന്ന്. കാര്യം നമ്മൾ ഇതുവരെ പോയി കണ്ടില്ലായിരുന്നു. ഇന്ന് നല്ല വെതറുമാണ്. പിന്നെ അതുപോലെ നമ്മൾ രാവിലെ തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഈവനിങ് നൈറ്റൊക്കെ ആയാലോ, അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സോസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഇറങ്ങിപ്പോയി ഒന്നും കാണാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് അങ്ങനെ നടന്നു പോയപ്പോഴാണ് ഞാൻ ഈ കോഴിക്കോട് കണ്ടത്. ആക്ച്വലി ഇതൊരു ലക്ഷറി കോഴിക്കോടാണ്. സോളാർ പാനലൊക്കെ വെച്ച് ഒരു കോഴിക്കോട് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത് ഏതാണ്ട് ഒരു ചെറിയ വീട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ആ ലക്ഷറി കോഴിക്കോട് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ലേക്കാണ് നമ്മളുടെ ലക്ഷ്യസ്ഥാനം. അപ്പോൾ നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് പോകാം. ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നത്. ഈവൻ ഡോർസ് ക്ലോസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡോർസ് ക്ലോസ് ചെയ്താലും ഇതിൻ്റെ ശബ്ദം നമ്മൾക്ക് കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ലേക്ക് ഇതാണ്. ഇവിടെ ലേക്ക് ആയിക്കോട്ടെ, ലേക്ക് സൈഡ് ആയിക്കോട്ടെ, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്ത അപ്പാർട്ട്മെൻറ്റ് ഇതോ അവിടെയാ. അപ്പോൾ 2 നൈറ്റ്സ് നമ്മൾ ഓൾറെഡി സ്റ്റേ ചെയ്തു. ഇന്ന് 1 നൈറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ആ കാണുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. സോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ടച്ച് നമുക്ക് കാണാൻ പറ്റും. അവിടെ കണ്ടില്ല, ഫുൾ പൈൻ മരങ്ങളാണ് ഒരു സൈഡിൽ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ റൂമിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ലേക്ക് വ്യൂ ആണ്. സോ എല്ലാം കൊണ്ടും നമുക്ക് ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ടോട്ട്മൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് സദേൺ സ്വാർട്സ്വാൾഡ് ആണ്, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൊക്കേഷന്, അതായത് സിറ്റി ലൈഫ് അതല്ലെങ്കിൽ ഈ നമ്മുടെ വണ്ടികളുടെ ശബ്ദം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള ആ തിരക്കുകളിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് അത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ സൗത്ത് നമുക്ക് സ്റ്റേ ചെയ്താൽ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. ആക്ച്വലി നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചോട്ട്മൂസ് എന്ന് പറയുന്ന ടൗണാണ് നമ്മൾ ചൂസ് ചെയ്ത്.
സോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം സ്വിറ്റ്സർലാൻഡ് ബോർഡറിന് അടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലാൻഡ്സ്കേപ്പും ഗ്രീനറീസും ഒക്കെ സ്വിറ്റ്സർലാൻഡിൻ്റെ ലാൻഡ്സ്കേപ്പും ഗ്രീനറീസുമായിട്ട് കമ്പയറബിൾ ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ബോർഡർ ക്രോസ് ചെയ്തിട്ട് സ്വിറ്റ്സർലാൻഡ് കൂടി ഒന്ന് വിസിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ഇത്രയും സിമിലർ ആയിട്ടുള്ളൊരു വൈബ് നമുക്ക് കിട്ടിയത് കൊണ്ട് പിന്നീട് ആ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ഇന്ന് രാവിലത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ട്രൈ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോഴത്തേന് ആ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നു. അല്ലെങ്കിലും പ്ലാനിൽ മാറ്റം വരുത്താൻ നമ്മളും മിടുക്കരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്താലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് പോയത് പുറത്തേക്ക് വന്നാലോ എന്ന് ഭയന്നിട്ടാണ് കേട്ടോ പ്ലാനൊന്നും മാറ്റിയത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പോയി സമാധാനമായിട്ട് കഫേയിൽ പോയിട്ട് കേക്ക് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സിനിക് പ്ലേസ് കണ്ടപ്പോഴത്തേന് വണ്ടി നിർത്തി. ഇത് ആക്ച്വലി ഗേറ്റ് വേ ടു വെറാറ്റൽ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ടോഴ്സും വെറാറ്റൽ എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ടു വെറാറ്റൽ എന്നാണ്. വെറാറ്റൽ എന്ന് പറയുന്നത് ഒരു വാലിയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ വാലി ഒന്നും കണ്ടില്ല. ചിലപ്പോൾ ഹൈക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫേമസ് ഹൈക്കിംഗ് ഡെസ്റ്റിനേഷനാണ്. നമുക്ക് ദൂരേന്ന് കാണാൻ പറ്റും. ആൾക്കാരൊക്കെ ഹൈക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം പോലെ തന്നെ ഇന്നും ബൈക്കേഴ്സിനെ കാണാൻ പറ്റി. ഗായ്സ്, സെക്കൻഡ് ഡേ ആയപ്പോഴത്തേനും നമുക്ക് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിലോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റും ഒരു ഇഷ്ടമൊക്കെ ആയി. കാര്യം നമുക്ക് നാട്ടിൽ നിന്ന്, അതായത് ഇവിടുത്തെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെ, ഈവൻ വാട്ടർഫോൾസ് ആണെങ്കിലും സ്മോൾ ലേക്സ് ആണെങ്കിലും എല്ലാം. പക്ഷെ നമ്മൾ ജർമ്മനിയിൽ ഇത്രയും നാള് നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ, നമുക്ക് മിസ്സായി പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് അടുത്തറിയാനും അത് ഫീൽ ചെയ്യാനും ഒക്കെ പറ്റുന്നു എന്നുള്ളതാ. പിന്നെ എല്ലാം ഇവര് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെ. ഇപ്പം ഈവൻ വാട്ടർഫോൾസ് ഉണ്ടെങ്കിലും അത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് അവര് അത് സെറ്റപ്പ് ചെയ്ത് ടിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് അതെല്ലാം നല്ല നീറ്റായിട്ട് ഇട്ടിട്ട് അതൊക്കെ എന്ന് വെച്ചാൽ അത് ഇവര് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഫൺ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ഇന്നലെ ഫുൾ നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പം ഇന്ന് എന്തെങ്കിലും ഫൺ ആക്ടിവിറ്റീസ് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ട്നാവ് എന്ന് പറയുന്ന വേറൊരു ടൗണാണ്. അത് സൗത്ത് ബ്ലാക്ക് ഫോറസ്റ്റിൽ തന്നെയുള്ള വേറൊരു ടൗണാണ്. അപ്പോൾ അവിടോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക് അവിടെ നമ്മൾ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്, ഇന്ന് എന്തൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോസിൽ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ടോട്ട്നോയിലെ പവർ പ്ലാറ്റ്സിലെത്തി. ആക്ച്വലി ഒരു ഐഡിയ ഇല്ല ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് പക്ഷെ പോയി നോക്കാം. ഇവിടെ നമുക്ക് കാറ്റിൽ ആടി ഉലയുന്ന കുറച്ച് ഫ്ലാഗ്സ് കാണാം. എന്തൊക്കെയുണ്ട്? സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, അങ്ങനെ. ഇപ്പം നമ്മൾ ടോട്ട്നൗവിലുള്ള ഹാസൻഹോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു ചെറിയ തോതിലുള്ള ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ ആക്ച്വലി ഒരു ഹില്ലി ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴേന്ന് മേളിലോട്ട് ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ട്രൈ ചെയ്യും. മേളിൽ ചെന്നതിന് ശേഷം മേളിൽ നിന്ന് നമുക്ക് തിരിച്ച് താഴോട്ട് ടൊബോഗൻ റൺ എന്ന് പറയും. അതായത് ഏതാണ്ട് കൈൻഡ് ഓഫ് ഒരു റോളർ കോസ്റ്റർ പോലെ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ഒരു സ്ലെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നേച്ച് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, നല്ലൊരു ക്യൂ തന്നെയാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഈ ക്യൂ നിന്നിട്ട് നോക്കാം എന്തൊക്കെ പാക്കേജാണ് ഉള്ളതെന്ന് നോക്കാം. എന്നിട്ട് ടിക്കറ്റ് എടുത്തേച്ച് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. കണ്ടോ, ഇവിടെ ഒരുപാട് പാക്കേജസ് ഉണ്ട് നമുക്ക്. അതിൽ നിന്ന് ഇപ്പം നമ്മൾ അതായത് കോമ്പിനേഷനാണ് എടുക്കുന്നതെങ്കിൽ കോസ്റ്ററും താഴോട്ടുള്ള കോസ്റ്ററും അതുപോലെ മുകളിലോട്ടുള്ള കേബിൾ കാറും എടുക്കുകയാണെങ്കിൽ ഒരു അഡൾട്ടിന് 14 euros ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ പാക്കേജാണ് ചൂസ് ചെയ്തത്. അതല്ല നിങ്ങൾക്ക് വൺ സൈഡ്, അതായത് ഒരു കോസ്റ്റർ താഴോട്ട് മാത്രം അല്ലെങ്കിൽ മുകളിലോട്ട് കേബിൾ കാർ മാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാക്കേജസും ഇവിടെ ഉണ്ട്. അങ്ങോട്ട് കേബിൾ കാർ തിരിച്ച് റിട്ടേൺ 2 പേർക്ക് ഇരിക്കാം. Ticket for Costa Yeah, mit Karte. ഇതിൽ വെക്കാം. ഇവരങ്ങ് പറഞ്ഞു പോകും. അതിന് പോക്കറ്റ് വെച്ചേരെ, പറഞ്ഞു പോകില്ല. ഇത് കണ്ടില്ലേ, മേളിലോട്ട് സൈക്കിൾ കയറ്റി വിടുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം സിംഗിൾ പാക്കേജ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം മേളിലോട്ട് കേബിൾ കാർ എടുത്തിട്ട് താഴോട്ട് നല്ല സ്ലോപ്പ് അല്ലേ, അപ്പം സൈക്കിൾ റൈഡ് ചെയ്ത് താഴോട്ട് വരുന്നവരുണ്ട്. അപ്പം ഇവർ കേബിൾ കാറിൽ പോകുന്ന സമയത്ത് ഈ സൈക്കിളും ഇതുപോലെ കൂടെ പോകും. അപ്പോൾ എന്നിട്ട് അവർ മേളിൽ നിന്ന് താഴോട്ട് സൈക്കിൾ റൈഡ് ചെയ്തിട്ട് വരും. അത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യും. കണ്ടില്ലേ, അവിടെ ഫുഡ് മാർക്സ് ഉണ്ട്. അപ്പം മാക്സിമം 2 പേർക്കാണ് കയറാൻ പറ്റുന്നത്. അപ്പം 4 ഫുഡ് മാർക്സ് ആണുള്ളത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം, അവിടെ പോയി നിൽക്കണം. കണ്ടില്ലേ, പുള്ളി ഇപ്പം നമ്മളോട് അവിടെ പോയി നിൽക്കാൻ പറയുകയാണ്. നമുക്കുള്ള കേബിൾ കാർ വരുന്നുണ്ട്. ഇതത്ര എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കേബിൾ കാർ അല്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ത്രില്ലും. അപ്പം നമ്മൾ കയറിയിരുന്നു. ഇതാ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിതാ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ കോംപ്ലി ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് അങ്ങോട്ട് നമുക്ക് ഇങ്ങനെയും പോവാം, തിരിച്ച് നമ്മളിത് കണ്ടില്ലേ ആ കോസ്റ്റർ വഴി നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു അഡൽറ്റിന് 14 euros ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ്. അപ്പോൾ എന്തായാലും ഇത് കൊള്ളാം. ഇനി തിരിച്ചു വരുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിലുള്ള ആ പതർച്ചയും എൻ്റെ ആ ധൈര്യവും ഒക്കെ മനസ്സിലായി കാണുമല്ലോ. കാര്യം ഈ മുന്നോട്ടുള്ള ഒരു കമ്പിയുടെ ബലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടില്ലേ കേബിൾ കാർ നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് വരുന്നതും കാണാൻ പറ്റും. ആക്ച്വലി നമുക്ക് ഈ പാക്കേജസിൽ ഒന്നെങ്കിലും മുകളിലോട്ടും താഴോട്ടും നമുക്ക് കേബിൾ കാർ ചൂസ് ചെയ്യാം. ചിലർ കോസ്റ്റർ ചൂസ് ചെയ്യാതെ കേബിൾ കാർ തന്നെ ചൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഏത് പാക്കേജ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടുവേർഡ്സ് ദ ടോപ്പ് എത്തിക്കഴിഞ്ഞു. കണ്ടേ ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. നല്ല അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള സമയമായി. ഇത് കണ്ടില്ലേ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇത് പൊയ്ക്കൊണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങാൻ റെഡി ആയിട്ട് നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ ഇറങ്ങി. കണ്ടില്ലേ പുള്ളി പറയുന്നുണ്ട് അത് മുകളിലോട്ട് എടുക്കാൻ പറയുന്നുണ്ട്. കണ്ടില്ലേ ആ കമ്പി. എന്നിട്ട് നമ്മളിപ്പോൾ ഇറങ്ങി. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വന്ന കേബിൾ കാർ കണ്ടില്ലേ അത് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഭൂമിയിൽ കാല് കുത്തിയൊരു സന്തോഷമായിരുന്നു. ഗൈസ് ഇനി ഇവിടെ ശരിക്കുള്ള അഡ്വഞ്ചർ. അപ്പം മുതൽ എൻ്റെ മനസ്സിൽ ഇനി താഴോട്ടുള്ള കോസ്റ്റർ റൈഡിനെ പറ്റിയായിരുന്നു. ഞാൻ സഞ്ജുനോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാൽ മതി എന്നുള്ളത്. പക്ഷേ അതിനി എങ്ങനെയാകും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് താഴോട്ടുള്ള കോസ്റ്റർ റൈഡ് എടുത്തത്. ഇവിടുന്ന് താഴോട്ടുള്ള ആ ഒരു മൗണ്ടൻ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അപ്പം കുറേ നേരം കുറച്ച് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ ആയിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. താഴെ കൂടെ കണ്ടില്ലേ നമുക്ക് പോകാനുള്ള സ്ലെഡ്സ് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ കണ്ടില്ലേ താഴെ നിന്നുള്ള കേബിൾ കാർ ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്യൂ നിൽക്കാനായിട്ട് പോവാണ്. നല്ലൊരു ക്യൂ തന്നെയുണ്ട്. അപ്പം 1 by 1 ആയിട്ടാണ് അവർ ഇതിലോട്ട് ഈ സ്ലെഡ്സിലോട്ട് കയറ്റി വിടുന്നത്. അപ്പം നമുക്ക് ക്യൂ നിൽക്കാം. ക്യൂ നിൽക്കുന്ന സമയത്താണ് ഈ സൈക്ലിസ്റ്റ് താഴേക്ക് റൈഡ് ചെയ്ത് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ഡിഫറെൻറ്റ് പാക്കേജസിനെ പറ്റിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ മേളിലോട്ട് ചിലർ കേബിൾ കാർ ചൂസ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് അവർ ഒന്നും ചൂസ് ചെയ്യാറില്ല. കാര്യം അവരുടെ സൈക്കിളും അവരെ കൂടെ എടുക്കും. എന്നിട്ട് അവർ മേളിലോട്ട് കേബിൾ കാറിൽ വന്നിട്ട് ഇങ്ങനെ ഈ സൈക്കിളിൽ റൈഡ് ചെയ്തിട്ട് താഴോട്ട് പോകും. അപ്പോൾ അത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റി. കണ്ടില്ലേ ആൾക്കാരൊക്കെ അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈക്കിളുമായിട്ട് നേരത്തെ വന്നവർ. അങ്ങനെ നമ്മുടെ ടേൺ എത്താറായി. ഇതുപോലെ ഒരു സ്ലെഡിൽ
ഞങ്ങൾ 2 പേരൂടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാമറ അതുപോലെ മൊബൈൽ ഫോൺസൊക്കെ ഹൈലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. സോ ഗൈസ്, കോസ്റ്റർ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫോണും സെൽഫി സ്റ്റിക്കും ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അവർ പറഞ്ഞു അത് കയ്യിൽ പോലും വെക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ കാര്യം റൈഡ് അത്രയും ഡേഞ്ചറസാണ്. ഒരുപാട് കേർവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ സഞ്ജുവിൻ്റെ സൺഗ്ലാസ് മിസ്സായി ഓൺ ദ വേ. അത് ഷർട്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, അതും പോയി. അപ്പോൾ ഈവൻ നമ്മളിത് കൈ പിടിച്ചായിരുന്നെങ്കിൽ ഇത് പോയേനെ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബ്ലാക്ക് ഫോറസ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാതിരുന്ന മോശമല്ലേ? അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഒരു ബേക്കറിയാണ്. ഇവിടുത്തെ ഫേമസ് ഒരു ബേക്കറിയാണ് ഗുഡ്മാൻ GmbH, ഇവർ പറയുമ്പോൾ GmbH. അപ്പം അതിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചിലാണ് നമ്മൾ പോകുന്നത്. ചെന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ട്രൈ ചെയ്യാം. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് അല്ലേ? ഹെവി വെയിറ്റ് ആ ഒരു ഫോഴ്സും കൂടെ ഇതിൻ്റെയും കൂടെ മൊമെൻറ്റും ഇല്ല. ദേ ആ കാണുന്നതാണ് ബേക്കറി. ഹലോ, ഇതല്ലേ ബ്ലാക്ക് ഫോറസ്റ്റ്? പിന്നെ വേറെ നോക്ക്, ഇത് പറയാം ചോക്ലേറ്റ്. ഇത് ein Moment bitte. ഇത് ചോക്ലേറ്റിൻ്റെ വേണോ? നോക്ക്, ഷോക്കോ ഹിംബറഷാണ്. നോക്കാം, അപ്പുറത്തോട്ട് നോക്കട്ടെ. ഇത് ക്യാരറ്റ്. ഓക്കെ. Ja, wir hätten gerne einen Stück Black Forest. Ja, Schwarzwald. Und wie das heißt, to eat here. And what is this one called? Das ist mit Aprikosenmarmelade. Okay. Was möchten Sie zutrinken? To hot chocolate. അങ്ങനെ നമ്മൾ 2 ഹോട്ട് ചോക്ലേറ്റും പിന്നെ ഓരോ പീസ്, ഇവിടെ പീസിന് സ്റ്റുക്ക് എന്നാണ് പറയുന്നത്, അങ്ങനെ ഓരോ സ്റ്റുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ചോക്ലേറ്റ് കേക്കും പിന്നെ നമ്മൾ ടേക്ക് എവേന് ഓറഞ്ച് ചീസ് കേക്കും പറഞ്ഞു. പിന്നെ സഞ്ജുവിന് ക്രൊസാൻഡ് വേണം എന്ന് പറഞ്ഞു കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതും ടേക്ക് എവേന് പറഞ്ഞു. ആൻഡ് 1 piece ക്രൊസാൻഡ് ഓൾസോ. This is the original one, right? The Black Forest. Yeah. So, what is so special about this cake? You add fresh berry cherries. What is special? It is from Black Forest. Yeah. It is with alcohol. Yeah. Okay. It is with cream. Dazwischen, sag mal dazwischen. Inside is with cherry, oder? Yeah. Cherries. Yeah. And it's regional. It's from here. Yeah. Okay. Yeah. Thank you. അപ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിക്കുകയായിരുന്നു എന്താണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇത്ര സ്പെഷ്യൽ ആയതെന്ന്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അവർ പറഞ്ഞത് ഇതിൽ ഫ്രഷ് ചെറീസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് ആൽക്കഹോൾ കോണ്ടൻറ്റ് ഉണ്ട്, പിന്നെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് വന്നു എന്നുള്ളതാണ് അവരെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് ആൽക്കഹോൾ കോണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കേക്ക് കൊടുക്കാറില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിൽ ആൽക്കഹോൾ ഇല്ലാത്ത കേക്ക്സും ഉണ്ട്, അത് കുട്ടികൾക്ക് കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്കും നമ്മളിപ്പോൾ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൽ ഇരുന്നിട്ട് ട്രൈ ചെയ്യാൻ പോവുക.
നമ്മൾ ഇവിടുന്ന് എടുത്ത ചോക്ലേറ്റ് കേക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഞാൻ കേക്ക് ട്രൈ ചെയ്യുന്ന കണ്ട് ആ സമയമൊക്കെ സഞ്ജു മതിയോ വീഡിയോ എടുത്തേ മതിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അറ്റ്ലീസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഞാൻ പെട്ടെന്ന് ആ ചോക്ലേറ്റ് കേക്ക് കൂടെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുപിടിന്ന് ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണേ. നമ്മുടെ നാട്ടിലൊക്കെ തടി മരമൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ലേലം വെച്ചൊക്കെ കൊടുക്കുമല്ലോ, അതുപോലത്തെ ഇവിടുത്തെ പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു. ഇതാണ് ആക്ച്വലി കുക്കു ക്ലോക്ക് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നല്ലേ. അതുപോലെ ഇവിടുത്തെ വീടുകൾക്കൊക്കെ കൂടുതൽ വുഡൻ ഒരു ആർക്കിടെക്ചർ അല്ലേ, അതിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു ആക്സിഡന്റ് നടന്നെന്ന് തോന്നുന്നുണ്ട്. കാര്യം എമർജൻസി വെഹിക്കിൾ ഇവിടെ 112 നോട്ട് ഫോൾ എമർജൻസി വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. ഫയർ എഞ്ചിനും ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഓ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്രാഷ് നടന്നുണ്ട്. പോലീസും മറ്റേ എമർജൻസി വെഹിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുക. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോയതാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് പാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള പാഷൻ ഫ്രൂട്ടായിരുന്നു. അങ്ങനെ അതുമല്ല കുറച്ച് ഡിസ്കൗണ്ടിനുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 2-3 അങ്ങ് എടുത്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു ലേക്ക് നമ്മുടെ കണ്ണിൽപ്പെട്ടത്. നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടോട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ തേരാപ്പാര നടന്നും വെള്ളത്തിൽ കളിച്ചും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു.
ഇന്ന് നമ്മുടെ ഡേ 3 കഴിയാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 3. നാളെ ഡേ 4 നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ആഗ്രഹിച്ചതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് നല്ല ഫുൾഫില്ലിംഗ് ആയിരുന്നു. നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തൊരു ട്രിപ്പായിരുന്നു. കാര്യം എല്ലാം പ്ലാൻ ചെയ്ത് സ്ട്രെസ് എടുക്കണ്ട, ഒരു ഫ്ലെക്സിബിലിറ്റി വേണം എന്ന് കരുതിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഡേ 4 നമ്മുടെ റിട്ടേണും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളും ചെയ്ത ചില കാര്യങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.